ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉച്ചയൂണിനുള്ള കറികൾ തയ്യാറാക്കാൻ പോകണേ. അതിന് വേണ്ടിയിട്ട് ഇന്നലെ തന്നെ വെള്ളത്തിൽ ഇട്ട് കുതിരാൻ വെച്ചിരുന്ന ചെറുപയറെടുത്ത് കഴുകി അതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച്, ചൂടുവെള്ളം ഒഴിക്കുന്നത് പെട്ടെന്ന് അത് തിളച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അതിന് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് ഒരല്പം ഇഞ്ചിയല്ല വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് എന്നിട്ട് അത് ഒന്ന് ഊതിയപ്പോഴത്തേനും നിർത്തി വെച്ചു. ഇതിനകത്ത് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയെല്ലാം വറുത്ത് കടുകും പൊട്ടിച്ച് ഉള്ളി വറുത്തതിനകത്തേക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും ഒരു അല്പം ചുവന്ന മുളകും കൂടെ പൊടിയും കൂടെ ചേർത്തിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന പയറെടുത്തിട്ട് ഇളക്കി ചൂടാക്കി എടുക്കും. ഒത്തിരി നേരം പിന്നെ വെക്കണ്ട. അത് കഴിഞ്ഞ് അത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂണ് കറിയാണ്. കൂണ് ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി കഴുകി വാരിയെടുത്ത് മഞ്ഞളും ഉപ്പും സവോളയും കൂടെ അരിഞ്ഞിട്ട് തീയെ വെച്ചു. അതിനകത്തേക്ക് വേണ്ടുന്ന പച്ചമുളക് അരിഞ്ഞെടുക്കുകയാണേ. പച്ചമുളകും അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ചേർക്കാനുള്ള പിന്നെ ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ അതിനാവശ്യത്തിനുള്ള തേങ്ങ കുറച്ച് മതിയായിരിക്കും, അത് അയച്ചിവിടെ നല്ല ടേസ്റ്റാണ്. പിന്നെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് ചേർക്കാം. എല്ലാം കൂടി ഇട്ട് കൂണിൻ്റെ വെള്ളം വറ്റുന്നിടം വരെ വേവിച്ച് ഉപ്പൊക്കെ നോക്കി എടുക്കണം. അപ്പം ഉപ്പൊക്കെ പാകത്ത് റെഡിയാകുമ്പം കറി നിർത്തി വെക്കാം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിവിടെ ചോറിന് എടുക്കാൻ പോകുന്നു. എനിക്ക് ഇന്നലെ വെച്ച മീൻ കറിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കൂൺ എടുക്കുന്നില്ല. ഇപ്പോൾ നമ്മളിവിടെ ഒത്തിരി ചോറെടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ മീൻ പീരക്കറിയാണ്, മത്തി പീര. പിന്നെ ചൂര കറി വെച്ചുണ്ട്, ചൂരക്കറി കുറച്ചെടുത്തു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം നമ്മൾ വെച്ച പയറ് മെഴുക്ക് വരട്ടിയും കുറച്ച് നെല്ലിക്ക അച്ചാറും കൂടി എടുത്തേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വരുമ്പോൾ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.